ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് ഒരുപാട് പ്രമുഖരായ ഭക്തന്മാർ കൂടി അല്ലെങ്കിൽ ആൾക്കാർ എത്താറുണ്ട് സന്നിധാനത്ത്. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്നിധാനത്ത് അതെ മകരവിളക്കിന് എല്ലാ തവണയും വരൂല്ലേ? മിക്കവാറും കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ തവണയും വരും. MP ആയിട്ടല്ല, അതിന് മുമ്പും ഞാൻ മകരവിളക്കിന് വരാറുണ്ട്. ശബരിമല എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ വളരെ സന്തോഷവും അതുപോലെ സ്നേഹവും ഒക്കെ ആവോളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിൻ്റെ ഒരു ദർശന പുണ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ വർഷവും ലഭിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ഊർജ്ജവും ആവേശവും. ഈ വ്യക്തി ജീവിതത്തിൽ എന്താണ് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു അനുഭവം? ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനാണ് സ്ഥിരമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അന്നൊക്കെ ശബരിമലയ്ക്ക് മാലയിടുക, 41 ദിവസം വ്രതം, എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് അടുത്തുള്ള കുളത്തിൽ പോയി കുളിക്കുക തൊട്ട് തുടങ്ങിയതിൻ്റെ ഒരുപാട് ചടങ്ങുകളാണ്. അപ്പം അത് ആ സമയത്ത് അയ്യപ്പൻ മാത്രമായിരിക്കും മനസ്സിൽ. അപ്പം നമ്മളെയൊക്കെ രക്ഷിക്കുന്നത് സ്വാമി അയ്യപ്പനാണെന്ന് കുട്ടിക്കാലം പോലെ പരിചയമാകുമ്പോൾ ഒരു ജീവിതത്തിൽ മുഴുവൻ എപ്പോഴും എന്തെങ്കിലും ഒരു ആപത്തോ ഒരു പ്രയാസം വരുമ്പോൾ ആദ്യം പ്രാർത്ഥന വരിക സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുക. അപ്പം അത് ഹൃദയത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അത് മാറാൻ കഴിയില്ല. അപ്പം ഇവിടെ വരുമ്പോൾ മകരവിളക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലേറെ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു ദർശന പുണ്യം അത് ഇവിടെ വരുന്നവർ ജാതിയും മതവും ഒന്നുമല്ല. മറ്റ് പല ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയൊക്കെ ചില മതിൽക്കെട്ടുകളുണ്ട്. ഇവിടെ എല്ലാം തുറന്നിരിക്കുകയാണ്. തത്വമസി എന്നത് അന്വർത്ഥമാകുന്ന തരത്തിലാണ്. പ്രകൃതിയുടെ നടുവിൽ ഭഗവാൻ ഇരിക്കുക. അയ്യോ, പ്രകൃതിയുടെ മനോഹാരിത വേറെ. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. ഇപ്പം ഞാനൊക്കെ തലേദിവസം വന്നിരുന്നു. ഇപ്പോൾ ഒരു ദിവസം മുമ്പേ വരുന്നത്. ഇന്നലെ വന്ന് 2 ദിവസം മുമ്പാണ്. അപ്പോൾ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ടും മതസൗഹാർദ്ദത്തിൻ്റെ ഒരിടമാണ്. തത്വമസി എന്നുള്ളത് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ദുഃഖവും ഒരു പ്രയാസവും ഒന്നും തോന്നില്ല. പ്രത്യേകിച്ച് നന്മ വിളയുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും പൊതുജീവിതത്തിലും ആ നന്മ പൂർണ്ണമായിട്ടും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. 100% കഴിയില്ലെങ്കിലും പരമാവധി നമ്മളുടെ ഉത്തരവാദിത്വം അതിൽ നീതി പുലർത്തുക, ഇതൊക്കെ ഈ തത്വമസി എന്ന് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും. നാളെ മകരവിളക്ക് ദിവസവും ഈ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കൽ കൂടി കാണാം. തീർച്ചയായിട്ടും.